ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിനെതിരെ കോടതിയെ സമീപിച്ച നിർമ്മാതാവ് സജിമോൻ പാറയിൽ ഇപ്പോൾ എന്നോടൊപ്പം ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ റിപ്പോർട്ടൊക്കെ പുറത്തു വരേണ്ടതല്ലേ? അല്ല, നമ്മൾ അതിനെ ലീഗാലിറ്റിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ആ ഉദ്ദേശത്തോടെയാണ് ഇത് ഹൈക്കോടതിക്ക് മുന്നിലേക്ക് പോയത്. ഇതുവരെ ഒരു കമ്മിറ്റി റിപ്പോർട്ട് മാത്രമാണ്. ഈ കമ്മിറ്റി അത് കുറേ ആൾക്കാരുടെ സിനിമയിലെ കുറേ ആൾക്കാരുടെ പരാതികൾ കേൾക്കുകയോ മൊഴിയെടുക്കുകയോ ചെയ്ത ശേഷം അത് ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്തു. പക്ഷേ ഈ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഈ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് മൊഴി കൊടുത്ത ആൾക്കാരുടെ, അതും സ്ത്രീകൾ തന്നെ, അവിടെയൊക്കെ നമ്മൾ കേട്ടതാണ് അല്ലേ, നമ്മളൊക്കെ നിങ്ങൾ ഉൾപ്പെടെയുള്ള ചാനലുകൾ നമ്മൾ കേട്ടിരുന്നു. അപ്പോൾ അവർ കൊടുത്ത മൊഴിയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ, അത് കഴിഞ്ഞ ശേഷം അവരതുമായിട്ട് ബന്ധപ്പെട്ട നിയമക്കുറിപ്പിൽ പെടുക, എല്ലാവർക്കും ആദ്യം പേടിയുമുണ്ട്. നമ്മൾ അതിനെ ഒന്ന് നിയമത്തിന് മുമ്പിലേക്ക് എത്തിക്കാൻ നിയമത്തിൻ്റെ പരിരക്ഷ വരട്ടെ എന്നാണ് കരുതിയത്. അപ്പം ഞാൻ എന്ത് അർത്ഥത്തിലാണോ ഞാനും എൻ്റെ വക്കീൽ അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്ങൂരും ആലോചിച്ച് മുന്നോട്ട് പോയോ, അത് നമ്മൾ ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ചിൽ നിന്ന് നമുക്ക് അത് നമ്മളെന്തോ ഉദ്ദേശിച്ചോ. അപ്പം ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ പേര് വരണം, പരാതി കൊടുക്കുന്ന എൻ്റെ പേര് വരരുത് എന്ന് പറയുന്നിടത്ത് ആ മൊഴിയുടെ തന്നെ സത്യാവസ്ഥയിലോ അല്ലെങ്കിൽ മൊഴിയുടെ ആധികാരികത മാറ്റം വന്നു കഴിഞ്ഞു. അത് നമ്മൾ ലീഗലൈസ് ചെയ്യുന്നത് മാത്രമേ നമ്മൾ ചെയ്തുള്ളൂ. ഇല്ല, ഞാൻ ചോദിക്കുന്നത് ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യരുതെന്നാണോ താങ്കളുടെ ആവശ്യം? അല്ല, റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അതിൻ്റെ കണ്ടന്റുകൾക്കാണ് വന്നത്. കണ്ടന്റുകളാണ്. കണ്ടന്റ് പുറത്തു വരുന്നതിനോട് എന്തിനാണ് ഒരു ഭയം? കാരണം നമ്മൾ അറിയാം, നടിയെ ആക്രമിച്ച സാഹചര്യത്തിൽ സിനിമയിലെ അരക്ഷിതാവസ്ഥ അത്ര ക്രൂഷ്യലായ അന്തരീക്ഷത്തിലാണ് സർക്കാർ ഇങ്ങനെയൊരു കമ്മിറ്റി വെക്കുന്നത്. അപ്പോൾ ആ കമ്മിറ്റിയിൽ ആ റിപ്പോർട്ടിൽ കുറ്റവാളികളുണ്ടെങ്കിൽ അവർ പിടിക്കപ്പെടേണ്ടതല്ലേ? അല്ല, നമ്മളത് ലീഗലൈസ് ചെയ്തു. ഒപ്പം തന്നെ ശരിയായിട്ട് നമ്മൾ ഹൈക്കോടതിയിൽ അപ്രോച്ച് ചെയ്തത് ഈ റിപ്പോർട്ട് പുറത്തു വിടരുത് എന്ന് പറഞ്ഞ് ലീഗലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനകത്ത് ഒരു കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന് അതിനകത്തുള്ള വൈകാരികമായ കാര്യങ്ങളോ ആൾക്കാരുടെ പേഴ്സണലായിട്ട് കാര്യങ്ങളോ പൊതുസമൂഹത്തിൻ്റെ ആവശ്യമെന്ന് എനിക്ക് തോന്നുന്നില്ല. കമ്മിറ്റിയുടെ കണ്ടെത്തലുകൾ എന്തോ അത് ഗവൺമെൻറ് മുമ്പിലേക്ക് പോയിട്ട് ആ കണ്ടെത്തലുകൾ അത് പരിഗണിക്കണം. അത് നിയമപരമായിട്ട് ഏത് സിനിമാ മേഖല മാത്രമല്ല, മാധ്യമ മേഖലയിലല്ലേ ഇതുപോലെ അല്ലേ. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കൽക്കട്ടയിൽ കാണുന്നില്ല ഡോക്ടറുടെ കാര്യം. അപ്പോൾ എല്ലാ മേഖലയിലും ഉണ്ടാവേണ്ട സ്ത്രീ ശിശുത്വം മാത്രമല്ല. ഒപ്പം തന്നെ എൻ്റെ ചോദ്യം, ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യരുതെന്നാണോ ചെയ്യണമെന്നാണോ? അല്ല, റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യരുത് എന്നതിനേക്കാൾ ഉപരിയായിട്ട് അത് ലീഗലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ലീഗലൈസ്, അതെ, ആ ചോദ്യത്തിന് വ്യക്തമായൊരു മറുപടി വേണോ വേണ്ടയോ? അത് ഈ റിപ്പോർട്ടല്ല, ഏത് തൊഴിൽ മേഖലയിലും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഏത് കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ നല്ലത് തന്നെയാണ്. പക്ഷേ ആ പഠനങ്ങൾ അതേ രീതി കൊണ്ടുവന്നതിന് പകരം വേണ്ട അവരുടെ ചൂണ്ടിക്കാണിക്കൽക്കാണ് പുറത്തേക്ക് വേണ്ടതാണ് ആ അഭിപ്രായക്കാരാണ് ഞാൻ. അതിനകത്ത് ആ റിപ്പോർട്ടിനകത്ത് കണ്ടന്റിനകത്ത് പകുതി ഭാഗവും മൊഴി കൊടുത്തപ്പോൾ ഇന്നലെ തന്നെ ഭാഗ്യലക്ഷ്മിക്ക് പറയുന്നത് എന്താണ്, 66 പേരുടെ മാത്രമേ മൊഴി എടുത്തിട്ടുള്ളൂ. സിനിമയ്ക്കകത്ത് 66 പേര് മാത്രമല്ല. ഇപ്പം ഏത് പ്രൊഡ്യൂസേഴ്സും തള്ളിപ്പറഞ്ഞാലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടന തള്ളിപ്പോൾ ഞാനിതിൻ്റെ ഭാഗമാണ്. എൻ്റെ താങ്കൾ മൊഴി കൊടുത്തിരുന്നോ ഈ കമ്മിറ്റിയിൽ? ഇല്ല, അത് തന്നെ ഞാൻ പറഞ്ഞത് 66 പേരെ മൊഴിയെ കൊടുത്തുള്ളൂ എന്ന് ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുന്ന മൊഴിയില്ല. അപ്പം ഞാൻ ചോദിക്കുന്ന, അങ്ങനെ ഒരു തേർഡ് പാർട്ടിയായിട്ട് താങ്കൾ വരുന്നത്, മൊഴി കൊടുക്കാത്ത ഒരാൾ വരുന്നു, സ്വാഭാവികമായിട്ടൊരു സംശയം വരുന്നത്, ഈ മൊഴി കൊടുക്കാത്ത ഒരാൾ കോടതിയെ സമീപിക്കുന്നു, അതിനുശേഷം അത് കൊടുക്കരുതെന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൽ ആരൊക്കെയോ ഭയപ്പെടുന്നു ഈ റിപ്പോർട്ടിനെ. അതിലൊരു ചട്ടുകമായി താങ്കൾ മാറിയെന്ന് സംശയിക്കപ്പെട്ടാലും അതിനെ അങ്ങനെ ഒരു ആരോപണം വന്നാലത് തള്ളിക്കളയാൻ പറ്റുമോ? അല്ല, നമ്മൾ ഇത് ഒരു പൊതു താല്പര്യ ഹർജിയായിട്ടാണ് ഞാൻ കോടതിയെ അപ്രോച്ച് ചെയ്തത്. അത് ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യമാണെങ്കിൽ പൊതുസമൂഹത്തിന് ഞാൻ ഉൾപ്പെടുന്ന സിനിമാ മേഖല ഞാൻ ഉൾപ്പെടുന്നുണ്ട്. അതിനകത്ത് മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കേണ്ടതോ മറ്റൊരാളുടെ പേരിൽ ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങളെ ഞാൻ സംരക്ഷിക്കുന്ന ഭാഗത്ത് എനിക്കില്ല. എനിക്ക് എൻ്റെ കാര്യം നോക്കിയാൽ മതി. എനിക്ക് കഴിഞ്ഞ ഞാൻ ചോദിക്കുന്നത്, താങ്കൾ പറഞ്ഞ നേരത്തെ പൊതു താല്പര്യമില്ലെന്ന്, പക്ഷേ ഇതിൽ പൊതു താല്പര്യ ഹർജിയാണ് താങ്കൾ ഫയൽ ചെയ്തിരിക്കുന്നത്. അല്ല, തീർച്ചയായിട്ടും എൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം സംരക്ഷിക്കേണ്ടപ്പെടേണ്ട ബാധ്യത എനിക്കുണ്ട്. എൻ്റെ വ്യക്തിപരമായ ഇപ്പം ഞാൻ എൻ്റെ വ്യക്തിപരമായ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ റിപ്പോർട്ടിൻ്റെ പേരിൽ ഞാൻ കോടതി പോയ ശേഷം എൻ്റെ അവകാശത്തെയാണ് മീഡിയ, താങ്കളുൾപ്പെടെയുള്ള മീഡിയകൾ ചോദ്യം ചെയ്തത്. എൻ്റെ അവകാശത്തെയാണ്. കാരണം എനിക്ക് ഒരു നിയമപ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്നെ ഒരു ഏതെങ്കിലും രീതി കാര്യങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരം കാണാൻ എനിക്ക് ബാധ്യതയുണ്ട്, എനിക്ക് അവകാശമുണ്ട്. ഞാനെല്ലാ സോഷ്യൽ മീഡിയ എന്നിട്ട് ഞാനൊരു തുറന്ന ചർച്ചയിലേക്ക് പോകുകയല്ല ചെയ്തത്. എൻ്റെ അവകാശത്തെയാണ് കഴിഞ്ഞ കുറേ ദിവസം മീഡിയ ചോദ്യം ചെയ്തത്. കാരണം ഞാൻ മറ്റാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, എനിക്ക് എൻ്റെ ആവശ്യം എന്താണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചട്ടുകമാകുന്നു, എനിക്കതിന് ആവശ്യം പോലുമില്ല. ഞാൻ പറഞ്ഞു അതിൻ്റെ വ്യക്തമായ കാരണം വെച്ചാൽ കഴിഞ്ഞ കാലത്ത് മരണമടഞ്ഞ കേരളത്തിന് മുൻമുഖ്യ ഉമ്മൻചാണ്ടി സാറിൻ്റെ അല്ലേ, അദ്ദേഹത്തിനെതിരെ വന്ന കമ്മീഷൻ റിപ്പോർട്ടിനെ ബന്ധപ്പെടുത്തിയ ഒരു കാര്യം നമ്മുടെ മുമ്പിലെല്ലാം ഒരു ഉദാഹരണമായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കാര്യം ഉണ്ടായതിനു ശേഷം മീഡിയ ഉണരുന്നത്? ഉണ്ടാകുന്നതിന് മുമ്പ് എന്തുകൊണ്ട് മീഡിയ ഉണരുന്നില്ല? ഇപ്പോൾ മീഡിയ ഒക്കെ ചൂണ്ടിക്കാണിക്കേണ്ട പ്രശ്നം തന്നെയാണ്. ഇതൊക്കെ ലീഗലൈസ് ചെയ്യണമെന്ന് മീഡിയ എന്ന് പറയേണ്ടത്. ഒരു സംശയം, ഈ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് വ്യക്തിപരമായ കാര്യങ്ങൾ, അതുപോലുള്ള കാര്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം പബ്ലിഷ് ചെയ്യാം എന്നുള്ളതാണ്. നമ്മളൊരു കമ്മിറ്റി വെക്കുമ്പോൾ അത് തന്നെയല്ലേ ലക്ഷ്യം വരുന്നത്. ഇപ്പോൾ വ്യക്തിപരമായ കാര്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം പബ്ലിഷ് ചെയ്യാം, അങ്ങനെ അതിനെ അംഗീകരിക്കുന്നുണ്ടോ?
അല്ല, അതിപ്പം കഴിഞ്ഞ എനിക്ക് തോന്നുന്നു നമ്മൾ ആ കോടതിയിൽ എൻ്റെ ഹർജി പരിഗണിച്ച ശേഷം സാംസ്കാരിക വകുപ്പ് മന്ത്രി തന്നെ സജി ചെറിയാൻ സാർ തന്നെ പറഞ്ഞ കാര്യമുണ്ട്. അതേ സൂചനകളുണ്ട് അതിനകത്ത് ഇല്ലേ? ആ സൂചനകളൊക്കെ വെച്ചിട്ട് ഇപ്പം ഇന്ന സിനിമയിലെ അല്ലെങ്കിൽ ഇന്ന ലൊക്കേഷനിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സൂചനകളാണ്. ഇപ്പം മീഡിയയൊക്കെ അതിനെ അതിൻ്റെ എല്ലാം പതിരും നെല്ലും മാറ്റി അളന്നെടുക്കുന്ന ആൾക്കാർ നിങ്ങളൊക്കെ അല്ലേ? അപ്പോൾ ആ സൂചനകൾ പുറത്തു വന്നാൽ വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ വ്യക്തികളുടെ റൈറ്റ്സിനെ ഹനീകരിക്കപ്പെടുമെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ കോടതിയെ സമീപിച്ച ഹർജി സമർപ്പിച്ച സജിമോൻ പാറയിലിന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്.